ടോണി ഡിസംബറിൽ കാണാവേ. ഞാനിന്ന് തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. ഇവളുമാർ രണ്ടുപേരും ഇന്ന് കൂടെ വന്ന്, പിന്നെ എൻ്റെ അനിയത്തിയുണ്ട്. അമ്മയാണ് കൊണ്ടാക്കണം. അച്ഛൻ ജോലിക്ക് ഇല്ലാതെ വന്നേനെ. എന്തടി അപ്പം ഞാൻ പറഞ്ഞത് ഞാൻ തിരിച്ച് ഹോസ്റ്റലിലോട്ട് പോവുകയാണ്. പിന്നെ ഇനി അടുത്ത ഡിസംബറിൽ ഇവിടെ വരൂ. 6:45 ട്രെയിന്. ഞങ്ങൾ ഇച്ചിരി ലേറ്റായിപ്പോൾ ഇറങ്ങിയപ്പം രാവിലെ കുഴപ്പമില്ലാതെ ഇറങ്ങി. പക്ഷെ പിന്നെ ഞാൻ കട്ടൻ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇച്ചിരി ലേറ്റായിരുന്നു അവിടെ. അതുകൊണ്ട് ഞങ്ങൾ പറക്കുക. പിന്നെ എന്താ പറയുക, അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ ഇച്ചിരി ഹറിബറി ആയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങി. അതുകൊണ്ട് എപ്പോൾ പോയാലും ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ ഞാൻ പോകുന്ന ടൈമിൽ ഞാൻ ബ്ലോഗ് ഇതുപോലെ കാറിൽ നിന്നാണ് എടുത്തത്. ഇപ്രാവശ്യം കാറിൽ, കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ലേറ്റ് അല്ലായിരുന്നു. ഞങ്ങളൊന്നും ഒരു ടൈമിൽ ഇറങ്ങില്ല. 5:30 എണീറ്റ് 6 മണിക്ക് ഇറങ്ങണമെന്ന് വെച്ചാൽ അരമണിക്കൂറോടൊന്നും ആയില്ല. അപ്പം ടാറ്റ. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണം. അപ്പം ചപ്പാത്തി ഉണ്ടാക്കി നിനക്ക് തിന്നാം. എനിക്ക് ചപ്പാത്തി ഇഷ്ടമുള്ളതുകൊണ്ട് എന്തൊക്കെ പറയണം നോക്ക്. ഒരു ചപ്പാത്തി മേക്കറും ഒരു 5 ചപ്പാത്തി കവറും അമ്മ ഉണ്ടായി വാങ്ങിച്ചങ്ങ് പാഴ്സൽ ചെയ്ത് തരും. ചപ്പാത്തി ഉണ്ടാക്കുക, തിന്നുക, കട്ടനിട്. കട്ടനൊന്നും നിനക്ക് വാങ്ങിച്ചില്ലല്ലോ, വേണ്ടായിരുന്നു അതൊന്നും. അതൊക്കെ പിന്നെ വല്ല വാങ്ങിച്ചു. എന്തായാലും അവിടെ ചെന്നോടെ നമ്മൾ എന്തായാലും ചെയ്യാൻ പോണില്ല ഒന്നും. മനസ്സിലായ? ഓ, നമ്മൾ കുറച്ച് മുമ്പ് എന്തോ പറഞ്ഞല്ലേ രാവിലെ എന്താ എണീറ്റപ്പം ഇനിയിപ്പോ ഒന്നുമില്ലല്ലോ ചെയ്യാൻ. എന്തോ പറഞ്ഞില്ലേ ഇപ്പൊ കുറച്ച് മുമ്പ്? പറ വീഡിയോയില്. അടുത്ത എല്ലാം മകൾക്ക് വാങ്ങിച്ച അമ്മ പാഴ്സൽ ചെയ്ത്. അതല്ല ചക്കര, എന്താടാ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ ചപ്പാത്തി മേക്കർ? അല്ല, രാവിലെ എഴുതിച്ചപ്പോ അമ്മ വിചാരിച്ചെന്ന് ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ. അങ്ങനെ തന്നെ വിചാരിച്ചത് മക്കളെ. അല്ല, ഞാൻ അപ്പയോട് അത് പറയുകയും ചെയ്തു. ഞാൻ രാവിലെ എണീറ്റ് ഇങ്ങനെ വന്ന് ലൈറ്റ് ഇടും. ലൈറ്റ് ഇട്ടപ്പോ പണ്ടാരോടങ്ങാൻ ലൈറ്റ് കത്തുന്നില്ല. അപ്പൊ ഞാൻ ഇന്നിനി എന്ത് ലൈറ്റ് ഇടാൻ പോയിട്ട് കത്തണമില്ല. ഇനിയിപ്പോ ഇന്നിനി വേറെ പ്രോഗ്രാമൊന്നും ഇല്ല, കിടന്നങ്ങ് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കായിരുന്നു. അപ്പോഴാണ് അയ്യോ പെണ്ണിന് പോണമല്ല സമ്പുരാണ്, ഇവിടെ അങ്ങ് നോ പാർക്കിംഗ് അടി, എവിടെ ഇരിക്കും നമ്മള്? അപ്പൊ അകത്ത് കയറ്റിയേ പറ്റുള്ളൂ. അടിവയറ്റിന്ന് തീ കത്തിയല്ലേ ഗൈസ്. ഇവിടെ പാർക്കിംഗ് ഇല്ലാണ്ട് അതിന്റെ ടെൻഷനാണ്. ബാക്കി പിന്നെ വല്ലതും ഇറങ്ങിയിരിക്കണം. അമ്മയ്ക്ക് അടിവയറ്റിന്ന് തീ കത്തിയെന്ന് ഞാൻ പോകണമെന്ന് ആലോചിച്ചു. ടാറ്റ. ഞാൻ അങ്ങോട്ട് ഇറങ്ങിയിരിക്കാം. ഇപ്പം ഇറക്കാം. നമുക്കടുത്ത ഡിസംബറിൽ കാണാം. അമ്മ കാണില്ലല്ലോ. കഴിഞ്ഞ വർഷം പോലെ പിന്നെ ഞാൻ ഇതുപോലെ അടുത്ത ഡിസംബറിൽ കഴിയൂലേ. അവിടെ വന്നിട്ട് എന്നെ ചീത്ത വിളിക്കാനാണ് ഈ കരയാണ്. ഇനി ചീത്ത വിളിക്കാരില്ലല്ലോ ഒന്ന് ഫ്രീ ആയിട്ട്. അങ്ങനെ മനസ്സിലാക്കണം. ഞാൻ പൈസ കളക്ട് ചെയ്യുമെന്ന് വെച്ചിട്ടാണ്. കഴിക്കാൻ എന്തെങ്കിലും വാങ്ങാൻ പറ്റും. അറിയാതെ മതിയല്ലേ അടുത്ത വർഷം. ഹാപ്പി ജേർണി. ടാറ്റ. ഇനി അടുത്ത വർഷം. നീ ബാക്കിലോട്ട് ബാഗ് എടുത്ത് ഫ്രണ്ടിൽ പോയി. അശ്വതിയാണ് നീ രണ്ടുപേരും കൂടി. ഞങ്ങൾ രണ്ടുപേരും ഷെയറിങ്സ്. ഞാനൊരു കാര്യം ഇവിടെ പറഞ്ഞില്ല, ഞാൻ ഷെയറിങ്സ് RAC ആണ്. നീ കൈ വെച്ച് തരാം, അതിനകത്തൊന്നുമില്ല. ഞാൻ ഒന്നും അധികം വാങ്ങിച്ചില്ല, കാരണം കൊണ്ടുവരാൻ പാടാം. അതുകൊണ്ട് വണ്ണം വെച്ച് സത്യം പറയാനില്ല. ഇവിടെ എത്തുന്തോരം കൊണ്ടുപോയി ഒരു ഉടുപ്പ് ഭയങ്കരമായിട്ട് ഇറുക്കതായി. ഞാൻ അതുകൊണ്ട് അവിടെ എടി അത് അവിടെ ചെയ്യുമ്പോൾ ശരിയാവില്ല. അത് കഴിയും. ലൈക്ക് ഇവിടുന്ന് നീ അവിടെ ചെന്ന് ഞാൻ കുറേ ഡ്രസ്സ് അവിടെ വെച്ചിട്ടാണ്, കാരണം ഓൾറെഡി കുറച്ച് ഡ്രസ്സ് പുതിയ വാങ്ങിച്ചു. അധികമൊന്നുമില്ലേ കുറച്ച്. ഇനി അവളുമാരും കൂടെ ഞങ്ങൾ 2 ഷെയർ ചെയ്തിട്ട് അവളുമാർ 2 ഷെയർ. എവിടെ പോകുന്നു? എനിക്കിതല്ലേ പറ്റുക. സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇല്ലാത്തോണ്ടല്ലേ ഏട്ടാ ട്രീസ്.
ഈ മാലയാണോ അടി? കുറയോ? പിന്നെ അത്രയും വെയിറ്റ് ഒന്നും ഇല്ല. പൊളിക്കട്ടെ ഇപ്പോഴേ. ഈ ഗിഫ്റ്റ് നമ്മൾ കോട്ടയത്തിൽ നിന്ന് ഹൈദരാബാദ് വരാനുള്ള ട്രെയിൻ പിടിച്ച് വന്ന ഗിഫ്റ്റ് അശ്വതി ഇങ്ങനെ എടുക്കണേ നോക്കി കോമഡി. ക്യാമറ അവിടെ കൊടുക്കണോ? ആരെങ്കിലും കൊടുത്തു. ഇവിടെ എടുത്ത തലയ്ക്ക് കീഴേ കാണുന്നു. സൂക്ഷിച്ചു വെക്കാനൊക്കെ പോകാൻ ചുമ്മാ വലിച്ച് ചുമ്മാ ടിക്കറ്റ് കൺഫേം ആകുമായിരിക്കും. അതുകൊണ്ടാണ് അറിയിച്ച് കയറിയത്. അതിന് നീ ഏതാന്ന് ചോദിച്ചില്ലേ? മൈൻഡ് ചെയ്ത് എടി ക്യൂട്ടായിട്ടുണ്ടടി അല്ല. മല കൊള്ളാം. നീ എക്സ്പ്രഷൻ ഇടും. വണ്ടർഫുൾ, ബ്യൂട്ടിഫുൾ. അങ്ങനെ ഞങ്ങളുടെ അമ്മച്ചിക്ക് 21ആയി. 2 അമ്മച്ചികൾ. ഈ അമ്മച്ചിക്ക് അടുത്ത മാസത്തിലേ ആവുള്ളൂ. അതുവരെ അമ്മച്ചി ആയില്ല. നല്ല ക്യൂട്ടായിട്ടുണ്ടല്ലോ. ക്ലിപ്പാ ക്യൂട്ടായിട്ടുണ്ട്. മുടി കെട്ടിയത് കൊണ്ടാണ്. നമ്മുടെ കേളിക്ക് പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ തന്നെ മേടിക്കണം. കേട്ടല്ലോ, ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാം ലൈക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാൻ കോട്ടയം വരെ പോയി ഹൈദരാബാദിൽ കണ്ടുപിടിച്ചു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തോ? കളഞ്ഞു. ആ ചേട്ടനെ ചവിട്ടിക്കൊണ്ടാ പോയെ. രണ്ടെന്ന നമ്പർ കളർ വേണം നിനക്ക്. ഒന്നെങ്കിൽ 2 നമ്പർ വേണം. സെയിം കളർ ആയിരിക്കണം. പിന്നെ ഞാനോ സാധാരണ നമ്പർ തന്നെ വേണോ? എടി ഈ സെയിം 2 ഉണ്ടെങ്കിൽ നിനക്ക് 2 ഇടാം. പക്ഷെ അവളെ കളി തുടങ്ങാൻ പോണേ. അവൾ ഏത് നമ്പർ ഇടണോ ആ നമ്പർ നിനക്ക് എന്നാ ഇടാം. അങ്ങനെ 2 ഉണ്ടോ നിന്റെ? അതിടാൻ പറ്റൂല. കളി ജയിച്ചു. ഏതിട്ട നല്ല രസമുണ്ട് ക്യാമറയിൽ കാണാൻ. എന്തോന്ന് അവിടെ നിന്ന് കിട്ടിയ ചമ്മന്തിയാ? ചമ്മന്തി ഇല്ലേ? ഓക്കെ അല്ല എൻ്റെ അടുത്ത് പറഞ്ഞില്ല അവൾക്ക് വേണമെന്ന്. എന്നിട്ട് ആ പെണ്ണ് I think I was 23. People started to talk, you know what I mean. You were out of my league. I think it's still plain to see. എടുത്ത ട്രീസ് ഇരിക്കുന്ന എവിടെയൊരു സാധനങ്ങൾ ഹെലികോപ്റ്റർ ഇവിടെ
സ്റ്റാർട്ട് ചെയ്യും. ആരിട്ട്? ഞാനായി. വീട്ടിൽ ചപ്പാത്തി, അവളും വീട്ടിൽ നിന്ന് ചപ്പാത്തി കൊണ്ടുവന്നു. ഞങ്ങൾ കഴിക്കാൻ പോവാം. Sometimes I still don't know what you're doing with me. അനിയറ്റാണ്. ഗുഡ് മോർണിംഗ്. വലിയതായിട്ട് ഒന്നും കാണാൻ പറ്റില്ല. ബ്രെഡും ജാമും ഞാൻ കഴിച്ചിട്ടില്ല. ആദ്യമായിട്ട് കഴിക്കാൻ പോണേ. ഇനി ഇവിടെ വന്ന് ഇനി ഓട്ടോ ഓട്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മളെ പിറകെ നടക്കും അല്ലേടി? കൈ പിടിച്ച് നടക്കുന്ന തിരിഞ്ഞു നീ ഞാൻ അതിനെ കണ്ടുപിടാം. എനിക്ക് വെയിലാണെങ്കിൽ ഇങ്ങനെ കാണിക്കുന്നേന്ന് അറിയില്ല. എല്ലാം മണ്ടത്തരം കാണിക്കുന്നുണ്ട്. എന്താണെന്ന് കണ്ടറിയാം. നമ്മൾ ഹൈദരാബാദ് എത്തി. ഇനി ഹോസ്റ്റലിലോട്ട് നേരെ പോവാണ്. സത്യം പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തോടെ പ്രത്യേകിച്ച് ഒന്നും അതിനകത്തില്ല. അപ്പോൾ കൊച്ചിൻ്റെ അടുത്ത് കളിച്ചതല്ലാതെ ഒരു പരിപാടി അവിടെ നടന്നിട്ടില്ല സത്യം പറഞ്ഞാൽ അല്ലേ. ഒന്നാമത് RIC ആയിരുന്നു. നമ്മൾ രണ്ട് അപ്പുറം ഇപ്പുറമായിട്ട് പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോയി. എന്തായാലും നേരെ വീട്ടിൽ ഞാൻ പുതിയ കമ്മൽ വാങ്ങി. ട്രെയിനിൽ കമ്മൽ കൊണ്ടുവന്നു. അത് ഞാൻ കുറച്ച് വാങ്ങിച്ചു. ഞാൻ ട്രീസ വാങ്ങിച്ച് ഞങ്ങൾ ബ്രേസ്ലെറ്റ് മേടിച്ചു. ഈ കുറേ നേരം കൊച്ചിടത്ത് കളിച്ചു. ഞാൻ കുറേ നേരം രാവിലെ കിടന്ന് ഉറങ്ങി. നമുക്ക് നേരത്തെ 11 മണിക്കല്ലേ ഇവിടെ നമ്മൾ എത്തിയത്. നമ്മൾ നേരത്തെ എത്തി. എന്തായാലും നമ്മൾ ഹോസ്റ്റലിൽ ചെല്ലട്ടെ. ചെന്നിട്ടാണ് എന്തെങ്കിലും പറയാനുണ്ടോ ഹോസ്റ്റലിൽ തിരിച്ചെത്തിയതിന്? ഇല്ല, വളരെ സങ്കടം മാത്രമേ ഉള്ളൂ. ചോദിച്ചേടി ആരും മൈൻഡ് ചെയ്തല്ലോ. കുഴപ്പമില്ല, പിന്നെ മൈൻഡ് ചെയ്തു. ഞങ്ങൾ ചേട്ടൻ്റെ തിരികെ തന്നെ പാട്ട് മാറ്റി പിടിക്കാൻ പറയാൻ പോണ്. പാട്ട് പ്ലീസ് എക്സ്ട്രാ പാട്ടുകൾ മിണ്ടാണ്ടിരിക്കുന്നൊക്കെ ചിരിച്ചോണ്ടിരിക്കണേ. ചോയിലടി എനിക്ക് വേണ്ടിയിട്ട് അല്ലേ? നിങ്ങൾ വിളിക്കും, ഞാൻ പറയാം. ചേട്ടൻ ബിസിയാണ്. അറിയാതെ നോക്കി എവിടെ അതൊന്ന് തള്ളിക്കൊണ്ടിരിക്കും. ഭയ്യ കേട്ട് മൊലാമേരെ സോങ് ഉൾപ്പെടുത്താവാ. ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഞാൻ പിന്നെ ഞങ്ങൾ ഉറങ്ങുമായിരുന്നല്ലേ. ഞാൻ കുറച്ച് ഉറങ്ങിയില്ല. ഇവിടെ ഉറങ്ങിയില്ല. അവസരം 4 ആയപ്പോൾ ഞാൻ എണീച്ചു. പിന്നെ നീ എണീക്കണോണ്ടാ പിന്നെ നീ എന്തോ മൊലാമേരെ കേട്ടിട്ടില്ല. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ സംഭവം ബാഗ് കേട്ട് നമ്മളിങ്ങനെ നടന്നിങ്ങനെ വരും. സ്റ്റെപ്പ് ഇങ്ങനെ താഴെ ഇറങ്ങിക്കൊണ്ടിരുന്നു. ഞാനാണെങ്കിൽ ഓപ്പോസിറ്റ് സ്റ്റെപ്പിന് ആ വ്യൂ കൊള്ളാം. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ വീഡിയോ എടുത്ത് ഞാൻ നേരെ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഒരാൾ സ്റ്റെപ്പിൽ കയറിയിരിക്കും. അതാരാണ്? ഈ വലിയ മഹതിയാണ്. അതുകൊണ്ട് പറയണ കളിയാക്കിയാണ് അവിടെ. ഞാൻ പറഞ്ഞു ഈ വർഷം എല്ലാവർക്കും നല്ല കേട്ടോ. അപ്പോൾ ഇവിടെ പറയില്ലേ, ഓ നമ്മളൊക്കെ വീണതാണ് നല്ല കാർഷിക. അങ്ങനെയല്ല, വേറെയാണ്. നമ്മളിപ്പോൾ അതിൽ പറയുന്നില്ല തൽക്കാലം അല്ലേ. പാട്ട് വന്നു. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് അടിപൊളി. കുഞ്ഞി കേക്ക് എത്ര പൈസ? ചെറിയ കേക്കിന് നല്ല റേറ്റ്. ഒരു 1 പീസിന് 140. ഒരു ചെറിയ കേക്കിന് കണ്ടില്ലേ? ഇത്രയും രൂപ 550. ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വന്നത്.
എല്ലാവരും വിളിച്ചു. നല്ല ആംബിയൻസ് ഉണ്ട് ഇവിടെ, നല്ല രസമുണ്ട് കാണാൻ. ഇപ്പോൾ സമയമില്ല ഇരുന്ന് കഴിക്കാൻ, അല്ലെങ്കിൽ ഇരുന്ന് കഴിച്ചു. സ്നാപ്പ്, നിങ്ങളുടെ കൂടെ ഏതെങ്കിലും ചങ്കത്തി ഉണ്ടോ ഇങ്ങനെ സ്നാപ്പിൽ അഡിക്റ്റ് ആയ ചങ്കത്തികൾ? ഇതേ മെൻഷൻ ചെയ്യുക അടിയിൽ. പാഴ്സൽ കിട്ടി, നമ്മൾ നേരെ പോട്ടെ. ഊബറുകാരൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കടേ ഇതല്ല ഇട്ടിനി എന്ന് വരാനാണ് ടാറ്റ ഗീസ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. ഇതിൻ്റെ പേരെന്നാ റെസ്റ്റോറൻറ്റ്? മലനാട്. ഈ വഴിയാണ് മലനാടൊക്കെ നിർത്തി പോകാം. കണ്ടോ എല്ലാം നിങ്ങൾ കണ്ടില്ലേ? എല്ലാം കണ്ടുകൊണ്ടിരിക്കും. ഇപ്പോൾ കണ്ടോ എനിക്ക് വേണ്ടി തുറന്നു തരാൻ. ഇതാണ് നമ്മൾ ഏത് ഭാഷക്കാരാണോ വലിയ ലഗേജ് വെക്കുന്ന പരിപാടിയാണ്. ഇവിടെ തേർഡ് ഇയർ പോകുമ്പോൾ എങ്ങനെ പോടി? ഫൈനൽ സ്റ്റെപ്സ്. ഇപ്പോൾ ഹോസ്റ്റൽ കുറേ നാട്ടിൽ കൂടി കാണുമ്പം ഭയങ്കര വൃത്തിയുള്ളത് പോലെ. എന്താ ഞാൻ വിളിക്കുന്നത് വരാത്ത സാധനം? അവൾമാരവിടെ ഇപ്പോണ്ട് ഹിന്ദിക്കാർ. Can I show you your face? Hey, you both did eyeliners, right? Well groomed now. Okay. When? Next Sunday. This Sunday. Coming Sunday. We all are changing. Oh my gosh. ഹോസ്റ്റൽ ചേഞ്ച് ചെയ്യുന്നതാണ് ഇപ്പം നിലവിലുള്ള ഒരു തീരുമാനം. അതാണ്. അപ്പം നമുക്ക് ഞാൻ എൻ്റെ ഹോസ്റ്റലിലെത്തി. ഇനി സാധനങ്ങളെല്ലാം പറക്കി വെക്കണം, കഴിക്കണം. ഗ്രേസ് മാമിന് മെസ്സേജ് അയച്ചോ? ഗ്രേസ് മാമിന് മെസ്സേജ് അയക്കാമെന്നോ? അത് അയച്ചു. ഇനി എന്തെങ്കിലും വിളിച്ചാൽ അങ്ങോട്ട് ചെല്ലണം. കാരണം ലേറ്റ് ആയിട്ടാണ് ഞങ്ങൾ വന്നത്. ഒരുപാട് ക്ലാസ് ഞങ്ങളുടെ മിസ്സായി. ട്രെയിൻ ടിക്കറ്റ് കിട്ടാഞ്ഞിട്ടാ. ഇപ്പം തന്നെ RICയിലാണ് വന്നത്. എന്തായാലും ഇനി നമുക്ക് പിന്നെ ഇനി എന്തോരം വിശേഷങ്ങൾ ഹോസ്റ്റലിൽ കാണാനുണ്ട്. ഞാൻ ഇപ്പം എൻ്റെ സബ് ജൂനിയേഴ്സിലേക്ക് പുതിയ ന്യൂ ഫ്രഷേഴ്സ് വന്നില്ലേ, അവരെ കണ്ടായിരുന്നു. എല്ലാവരും സംസാരിച്ചു. എനിക്ക് സന്തോഷം അവർ കണ്ടതിൽ. എന്തായാലും കൊള്ളായിരുന്നു. അവർ ഇന്ത്യയിൽ വന്ന കാര്യമാണ്. അവളുമാർ ഇവിടെ അറമാദിക്കുമായിരുന്നു. ഇപ്പം ഞങ്ങൾ 3-4 ഇല്ലല്ലോ. എന്തായാലും കൊള്ളാം. നമ്മൾ കഴിക്കുന്ന വീഡിയോ എടുത്തിട്ട് എൻഡ് ചെയ്യാം എന്നാ വ്ളോഗ്. കുളിച്ചിട്ട് ഫ്രഷ് ആവട്ടെ. അപ്പോൾ ഗൈസ് ശരിയാ. പോയിട്ട് വന്നപ്പോൾ ചെരുപ്പ് എടുക്കാൻ ഞാൻ തോന്നി. ഞങ്ങളൊരു ഓർഡർ ചെയ്യാന്ന് വെച്ചപ്പോൾ അടുത്ത ഇതിന് വരും. ഞായറാഴ്ച ഞങ്ങൾ ഇവിടുന്ന് ഷിഫ്റ്റ് ആവാൻ ഞങ്ങൾക്ക് സാധനം ഇവിടെ പറ്റില്ല. അവിടുത്തെ അഡ്രസ്സ് കൊടുക്കേണ്ടി വരും. മൊത്തത്തിൽ പ്രശ്നങ്ങളല്ലോ. എന്നാലും ചെരുപ്പെടുക്കാൻ പറ്റില്ല. കോട്ടയത്തിൽ നിന്ന് സഞ്ചരിച്ച് വന്ന എൻ്റെ കയ്യിലിടുന്ന കൊണ്ട തരൂ വേഗമാവട്ടെ. പിച്ച് വൺ. നൂഡിൽസ് കഴിക്കാൻ പോവാം ഞങ്ങൾ. അതിനകത്ത് സ്പൂണാണ് കേട്ടോ. ഞാൻ ഓപ്പൺ ചെയ്ത് എന്തായാലും കാണിച്ചു തരാം. ഐസ്ക്രീം പെട്ടി പോലെ ഇരുന്ന് സംഭവം. ഇതിനകത്ത് ടിഷ്യൂ ഉണ്ട്. പിന്നെ മറ്റെന്തോ സംഭവം ടിഷ്യൂ